ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് നടക്കുന്ന ഒരു ഇരട്ട കൊലപാതകത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെടുങ്കണ്ടം പച്ചടിയിൽ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രദേശത്തു നിന്നും കാണാതായ പച്ചടി സ്വദേശി മേരിക്കുട്ടി മാത്യു, ഇവരുടെ മകൻ റെജി എന്നിവരുടെ മൃതദേഹങ്ങളാണിതെന്ന് പോലീസ് ബലമായി സംശയിക്കുന്നു. ഇരുവരെയും അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതാണോ എന്ന ദിശയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മേരിക്കുട്ടിയെയും മൂത്ത മകൻ റെജിയെയും കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ ഇളയ മകൻ സജിയോട് വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ സജി നൽകിയ പരസ്പര വിരുദ്ധമായ മറുപടികൾ നാട്ടുകാരിൽ വലിയ സംശയമുണർത്തി. തുടർന്ന് അവർ ഈ വിവരം മേരിക്കുട്ടിയുടെ മകളെ അറിയിക്കുകയായിരുന്നു. മകൾ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 26 ഞായറാഴ്ച പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് വീട്ടുപറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘമെത്തി ശാസ്ത്രീയവും വിശദവുമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ കുഴിയെടുത്ത് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കുടുംബത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് മേരിക്കുട്ടിയുടെ മകളുടെ ഭർത്താവായ രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സഹോദരങ്ങളായ റെജിയും സജിയും തമ്മിൽ എല്ലാ ദിവസവും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അമ്മയെ അന്വേഷിച്ചപ്പോഴും സജി കൃത്യമായ മറുപടി നൽകിയിരുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസിൽ പരാതി നൽകിയ ഞായറാഴ്ച വൈകുന്നേരം മുതൽ ഇളയ മകൻ സജിയെ കാണാനില്ല എന്നതാണ് ഈ തിരോധാനത്തിലെ ദുരൂഹത. ഇയാളെ ഫോണിൽ ബന്ധപ്പെടാനും സാധിക്കുന്നില്ല. ഒളിവിൽ പോയ സജിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് ഇടുക്കി SP നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.